ദൃശ്യം 3 സിനിമയുടെ ഷൂട്ടിംഗ് ഒക്ടോബർ മാസത്തിൽ തുടങ്ങാൻ പോകുന്നുവെന്ന് ആശീർവാദ് സിനിമാസ് ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് നടത്തിയതിനു ശേഷം എക്സിലടക്കം ദൃശ്യം 3 വീണ്ടും ട്രെൻഡിങ് ആയിരിക്കുകയാണ്. നമുക്കറിയാം, അജയ് ദേവ്ഗണിൻ്റെ ദൃശ്യം 3 എന്ന സിനിമയുടെ ഷൂട്ടിങ്ങും ഈ വർഷം ഒക്ടോബറിലാണ് ആരംഭിക്കുന്നത്. അടുത്ത വർഷം 2026 ഒക്ടോബർ റിലീസ് തന്നെയാണ് അജയ് ദേവ്ഗണിൻ്റെ ദൃശ്യം 3 സിനിമ പ്ലാൻ ചെയ്യുന്നത്. ഹിന്ദി ദൃശ്യം 3 സിനിമയുടെ സ്ക്രിപ്റ്റ് ജിത്തു ജോസഫിൻ്റെ കഥയല്ല, അവർ വേറൊരു കഥയാണ് ചെയ്യുന്നതൊക്കെയാണ് പറയുന്നത്. ഇനി ആ ഒരു സ്ക്രിപ്റ്റ് ജിത്തു ജോസഫിൻ്റെതായാലും പോലും ദൃശ്യം 3 സിനിമയുടെ റിലീസ് അടുത്ത വർഷം 2026 ജനുവരി 22 അല്ലെങ്കിൽ മാർച്ചിലോ ആയിരിക്കുമെന്ന് അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. മിക്കവാറും മാർച്ചിൽ തന്നെ ആയിരിക്കാം ദൃശ്യം 3 സിനിമയുടെ റിലീസ്. എക്സിലുള്ള കുറച്ച് നോർത്ത് ഇന്ത്യൻസ് ദൃശ്യം 3 എന്ന സിനിമ ഇന്ത്യയിൽ ഫേമസ് ആവാൻ കാരണം അജയ് ദേവ്ഗണിൻ്റെ ദൃശ്യം കാരണമാണെന്നൊക്കെ പറഞ്ഞ് മലയാളികളുമായി ഫാൻ ഫൈറ്റ് ഒരു വശത്ത് നടക്കുന്നുണ്ട്. എന്തൊക്കെയായാലും ഈ ഒരു നിമിഷം മുതൽ എമ്പുരാനേക്കാളും വൻ ഹൈപ്പിൽ വരുന്ന ഒരു സിനിമയായിട്ട് ദൃശ്യം 3 സിനിമ മാറാൻ പോകുന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജിത്തു ജോസഫ് ഒരു ഗംഭീര സ്ക്രിപ്റ്റ് തന്നെ പണി വെച്ചിട്ടുണ്ടാവും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കണ്ണപ്പ സിനിമയുടെ ഡ്യൂറേഷൻ 3 മണിക്കൂറും 15 മിനിറ്റും 2 സെക്കൻഡാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തിനാണ് ഇത്രയും ഡ്യൂറേഷൻ എന്ന് മനസ്സിലാവുന്നില്ല. ഇത് പടത്തിന് നെഗറ്റീവായിട്ട് ബാധിക്കുമെന്ന് സിനിമ കണ്ടാൽ തന്നെ മനസ്സിലാവുള്ളൂ. എൻ്റെ ഒരു പ്രതീക്ഷ സ്റ്റാർ പ്ലസിൽ മഹാഭാരതം സീരിയലൊക്കെ എടുത്ത ആ ഒരു ഡയറക്ടറാണ് ഈ ഒരു സിനിമ ചെയ്യുന്നു എന്നതാണ്. അത്രയും ക്വാളിറ്റിയുള്ളൊരു സീരിയൽ തന്നെയായിരുന്നു അത്. എന്തായാലും കണ്ണപ്പ ഈ വരുന്ന 27-ാം തീയതിയാണ് റിലീസിനെത്തുന്നത്. കൂടുതൽ ലാലേട്ടൻ സിനിമകളുടെ അപ്ഡേറ്റുകളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം.